ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തീറ്റ പ്രാന്തന്മാരുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഉണക്കമീനും പച്ചക്കായും വെച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് പല്ല് എന്ന് പറയുന്ന ഒരു ഉണക്കമീൻ, 3 ഉണക്കമീൻ വൃത്തിയാക്കി ഇതുപോലെ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കായ് അവിയലിനൊക്കെ നുറുക്കുന്ന പോലെ നീളത്തിലരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിതിനകത്തേക്ക് തേങ്ങ അരച്ച് ചേർക്കണം. തേങ്ങയും തേങ്ങയുടെ പകുതി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിന് ഈ 2-3 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് അരച്ചെടുക്കുകയും വേണം. ആദ്യം നമുക്ക് ഏത്തക്കായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പ്രാവശ്യം കഴുകിയതാണിത്. ഇനി നമുക്കിതിനകത്തേക്ക് ഉണക്കമീൻ ഇട്ട് കൊടുക്കാം. പച്ചമുളക് 3 എണ്ണം നീളമുള്ളത് കൊണ്ടാണിത്, വട്ടത്തിലൊന്ന് അരിഞ്ഞതിന് ശേഷം എടുത്തതാണ്. 3 പച്ചമുളകാണിത്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ വലിയ നിറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇടുന്നില്ല, നമ്മൾ ഉണക്കമീനിൽ ഉപ്പുള്ളത് കൊണ്ട് നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്രയും വെള്ളം മതിയാവും. നമുക്കൊന്നതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഒരുപാട് ഇളക്കരുത്, മീൻ ഉടഞ്ഞു പോകും. മതി. നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. ഇനി അത് അവിടെ കിടന്ന് വേകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയൊന്ന് നന്നായി അരച്ചെടുത്ത് കൊണ്ടുവരാം. നമ്മുടെ കായും മീനും ഒക്കെ വെന്തു. മീൻ ഉടഞ്ഞു പോയാലും കുഴപ്പമില്ല, അതിൻ്റെ ടേസ്റ്റ് ആ കായിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മളിതിന് വാളംപുളിയാണ് ചേർക്കണത്. അതൊരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ ആ എടുത്തു വച്ചിരുന്ന തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിന് ശേഷം ഉപ്പ് ഉണ്ടോയെന്നൊന്ന് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, കുറച്ച് മതിയാവും. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉണക്കമീനും കായും വെച്ചുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി വീണ്ടും നല്ലൊരു വിഭവമായി കാണാം. ബൈ.